ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ, ഇന്ന് പ്രത്യേകമായി കടന്നു വന്നിരിക്കുന്നതായ പ്രിയ സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, രാജു അച്ഛൻ്റെ ഓർമ്മ ഒരുപാട് ഇവിടെ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നു. ഒരുപാട് സ്നേഹത്തിൻ്റെ സ്മരണകളുണ്ട്. ഒരുപാട് ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതുമായ ഒരുപാട് വാക്കുകൾ നമ്മുടെ മനസ്സിൽ ഉണ്ട്. അങ്ങനെ ഒരു വലിയ രൂപമാണ് രാജുവച്ചന് നമ്മുടെ മനസ്സിലുള്ളത്. എങ്കിലും അച്ഛൻ്റെ യഥാർത്ഥത്തിൽ വളരെ ചെറിയ ഒരു മനുഷ്യനാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ചെറിയൊരു മനുഷ്യനായിരുന്നുകൊണ്ട് വലിയ ലോകത്തെ കാണാനുള്ള ഒരു കഴിവ് അച്ഛനുണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം ഇന്ന് നമ്മുടെ സുറിയാനി സഭകളിൽ ഒരുപാട് അറിയപ്പെടുന്ന, ഏത് സ്ഥലത്ത് ചെന്നാലും അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ രണ്ടുപേരറിയും എന്ന് ഉറപ്പുള്ളതായ ഒരു വ്യക്തിത്വമായിരുന്നു. അപ്പം എൻ്റെ പിതാവും തിരുവചന സന്ദേശത്തിനിടയിൽ നല്ല അനുസ്മരണമായി ഇവിടെ നമ്മോട് സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്തു. ഈ അവസരം ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും നിമിഷമാണ്. പിതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചെറിയ ഇടവക ഇന്ന് ലോകത്തറിയപ്പെടുന്നത് അച്ഛനിലൂടെയാണ്. അച്ഛനിലൂടെയാണ് ഈ ഇടവക ലോകം കാണുന്നത് എന്ന് തന്നെ പറയാം. അതിനാൽ ഇടവകയ്ക്ക് വേണ്ടി ഇവിടെ ആയിരിക്കുന്ന നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നത് ഒരുപാട് സന്തോഷമാണ്. ചെറിയ ഒരു അനുസ്മരണ യോഗം മാത്രമാണ് നമ്മളിവിടെ കൂടുന്നത്. എന്നാൽ അച്ഛൻ്റെ ഓർമ്മകൾക്ക് അങ്ങനെ വലുപ്പച്ചെറുപ്പമില്ല. എന്നും പ്രദീപ്തമായി നിൽക്കുന്നതായ ഓർമ്മയാണ് അച്ഛൻ്റെ മുമ്പിലുള്ളത്. അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടെ എല്ലാ പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ അനുസ്മരണ ചടങ്ങിൽ ഇവിടെ ആയിരിക്കുന്നതായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി നമ്മളുകൂടെ ആയിരിക്കുന്ന സ്നേഹവാത്സല്യമുള്ള അഭിവന്ദീയനായ ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂർലോസ് മെത്രാപ്പോലീത്ത നമ്മുടെ രൂപതയെ സംബന്ധിച്ചിടത്തോളം കൈപിടിച്ച് നടത്തി തുടങ്ങിയതായ ഓർമ്മകളാണ് എനിക്കുമുള്ളത്, നമുക്ക് എല്ലാവർക്കുമുള്ളത്. ഈ ഭദ്രാസനത്തിൻ്റെ ശൈശവ ദശയിൽ കൂടെ നടന്ന ഒരു വത്സല പിതാവ് ഇന്ന് നമുക്ക് മുമ്പിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് രാജുവച്ചനെ ഒരുപാട് അടുത്ത് അറിയുന്ന അഭിവന്യ പിതാവ് ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് രാജുവച്ചനെ സുറിയാനി വൽപ്പാനായി ഏൽപ്പിച്ചതൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. സെമിനാരിയുടെ ആദ്യകാലങ്ങളിൽ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളവും സുറിയാനിയുടെ ആദ്യ പാഠങ്ങൾ നൽകിയത് രാജുവച്ചനാണ് എന്ന് ഓർക്കുകയാണ്. അച്ഛൻ്റെ പ്രത്യേകമായ വാത്സല്യവും അല്ലെങ്കിൽ ഒരു വൈദികനാണെന്നുള്ള ഒരു ചിന്തയ്ക്ക് ഒരു പ്രത്യേകമായ അതിർവരമ്പുകളൊന്നും ഇല്ലാതെ തന്നെ കുട്ടികളെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ എല്ലാം കൂടെ നടത്തി കൊണ്ടുപോകുന്ന ഒരു വലിയ സ്നേഹമാണ് അച്ഛനുള്ളത്. എന്നാൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ വളരെ നിഷ്കർഷയുണ്ട് താനും. ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞില്ലെങ്കിലോ ഒക്കെ വളരെ കൃത്യമായി നമ്മളെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ഭാവത്തിൽ എപ്പോഴും അച്ഛനോട് സംസാരിക്കാൻ നമുക്ക് താല്പര്യം തോന്നുന്ന രീതിയിലാണ് അച്ഛൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഉണ്ടായിരുന്നതെന്ന് ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളുടെ സെമിനാരി കാലത്താണ് നമ്മുടെ മലങ്കര സെമിനാരികളിൽ ചെല്ലുമ്പോൾ മൂവാറ്റുപുഴയിൽ സുറിയാനി ശീമോ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നതായിട്ട് കേട്ടിട്ടുണ്ടല്ലോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഇന്ന് മറ്റ് സെമിനാരികളിലൊന്നും അത് ചെയ്തിരുന്നില്ല. എൻ്റെ പിതാവിനും സുറിയാനിയോട് വലിയ താല്പര്യമുള്ളതുകൊണ്ടും രാജുവച്ചൻ്റെ വലിയ ശിക്ഷണം ഉള്ളതുകൊണ്ടും സുറിയാനി ഞങ്ങൾ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന സുറിയാനിയിലാണ് ശീമോ പ്രാർത്ഥന ചൊല്ലിയിരുന്നത് എന്നുള്ള വലിയ ഒരു അഹങ്കാരം തന്നെ ഞങ്ങൾക്ക് സെമിനാരിൽ ചെല്ലുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കാരണക്കാരനായിരുന്നത് അച്ഛൻ്റെ ആ ഒരു വലിയ സ്നേഹവും ആ പ്രത്യേകിച്ച് നിഷ്കർഷയുമായിരുന്നു. ഇത് പഠിക്കേണ്ടത് നിങ്ങളാണല്ലോ, മറ്റാരുമല്ല, നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അച്ഛൻ വളരെ സ്നേഹത്തോടെ ഞങ്ങളെ പഠിപ്പിച്ചത് ഓർക്കുന്നു. ഈ ഓർമ്മ ദിവസത്തിൽ, ഈ അനുസ്മരണ യോഗത്തിൽ അതിൻ്റെ പിതാവിൻ്റെ സ്നേഹത്തോട് ചേർത്ത് വെച്ച് ഈ യോഗത്തിലേക്ക് ഒരുപാട് എല്ലാവരുടെയും പേരിൽ, ഈ ഇടവകയുടെ പേരിൽ യോഗത്തിലേക്ക് പിതാവിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൂടെ തന്നെ ചെറിയാൻ അച്ഛനുണ്ട്. ചെറിയാൻ താഴമണ്ണ അച്ഛൻ നമുക്ക് സുപരിചിതനായ അച്ഛനാണ്.
ഇവിടെ ആയിരിക്കുമ്പോൾ അച്ഛനെ സംബന്ധിച്ച് രാജുവിനോടുകൂടെയുള്ള കുറേ ഓർമ്മകൾ അച്ഛന് പങ്കുവെക്കാനുണ്ടാകും. ഒരുപക്ഷെ അച്ഛൻ്റെ മരണസമയത്ത് അച്ഛൻ ഇവിടെ ഉണ്ടാകാൻ സാധിച്ചില്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ അവസരത്തിൽ കടന്നു വന്ന് നമ്മളുടെ പരിശുദ്ധ ബലി അർപ്പിച്ച് ഇന്ന് അനുസ്മരിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നതായ ബഹുമാനപ്പെട്ട ചെറിയാൻ താരുണച്ചനെയും ഇവരുടെ നാമത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റോയി കാപ്പിലച്ചൻ നമ്മുടെ മേഖലയുടെ തന്നെ ഭാഗമാണ്. മേഖലയുടെ വൈദികരുടെ പ്രതിനിധിയായിട്ടാണ് അച്ഛൻ നിൽക്കുന്നതെങ്കിലും അച്ഛനെ സംബന്ധിച്ച് രാജുവച്ചൻ്റെ കൂടെ നടന്ന വലിയ ഓർമ്മകളുള്ള മനുഷ്യനാണ്. സെമിനാരിയിൽ ഒരുമിച്ച് കാലഘട്ടങ്ങളൊക്കെ അച്ഛൻ പലപ്പോഴും പറയാറുണ്ട്. അച്ഛൻ എനിക്കൊന്നു ഈ സമയത്ത് ഇവിടെ അച്ഛനോടുകൂടെ തന്നെ കൂടായ സെമിനാരിയിൽ വന്ന് മറ്റച്ഛന്മാരുണ്ടാവില്ല, അച്ഛൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വ്യതിരിക്തമായിട്ട് തന്നെ അച്ഛനെ നമുക്ക് ഇന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാകും. അച്ഛനെ പ്രത്യേകമായി ഈ ഇടവകയുടെ നാമത്തിലും ഈ കൂടിവരവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജെനു പയ്യപ്പള്ളി അച്ഛൻ, അച്ഛൻ്റെ രാജുസിൻ്റെ ഒരു ശിഷ്യൻ തന്നെയാണ്. അച്ഛനിപ്പോൾ ശംഷാബാദ് രൂപതയിൽ വിശാഖപട്ടണത്തിൽ മിഷൻ ജോലി ചെയ്യുന്നത് ഒരു വൈദികനാണ്. അച്ഛൻ രാജുവിൻ്റെ തന്നെ കുടുംബത്തിലെ ഒരംഗം പോലെ തന്നെ നമ്മുടെ കൂടെ ആയിരിക്കുന്നു. അച്ഛനെയും ഇത്രയും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവല്ല അതിരുദ്രാസനത്തിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ എല്ലാവരെയും, സീരിയൽ നിന്നും ഒക്കെ വന്നിരിക്കുന്നതായ ബഹുമാനപ്പെട്ട വൈദികരെയും, കുന്നംകുളം മേഖലയിലെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികരേവരെയും, അതുപോലെ തന്നെ നമ്മുടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട നെടിയവാലക്കൽ അച്ഛൻ മരണസമയത്തും ഒക്കെ നമ്മുടെ കൂടെ തന്നെ കുടുംബത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ ഡീക്കൻ വർഗീസ് പി മാത്യു, ഇവരെയും പ്രത്യേകമായിട്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സീരിയയിൽ നിന്നും വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ ചേർത്തലയിൽ നിന്ന് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അച്ഛൻ്റെ ആൻറ്റിയാണ് സിസ്റ്റർ എന്നറിഞ്ഞതിൽ സന്തോഷം. സിസ്റ്ററിനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട കട്ടിലപ്പൂവും ബദനി കോമഡിൽ ആയിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും നമ്മുടെ കൂടെ തന്നെയുള്ള സന്തോഷം. അവരെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സീരി ഇടവകളിൽ നിന്ന് വന്നിരിക്കുന്ന പ്രിയ സ്നേഹിതര്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഇടവക അംഗങ്ങൾ, എല്ലാ കുഞ്ഞുങ്ങളും, പ്രിയപ്പെട്ടവരെവരെയും കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ സമയത്ത് ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. രാജുവിനോടൊപ്പമുള്ള ഒരുപാട് ഓർമ്മകൾ നമുക്ക് പങ്കുവെക്കാനുണ്ടാകും. എന്നാൽ ഒരു സഹപാഠിയുടെ ഓർമ്മകൾക്ക് അതിലേറെ മധുരമുണ്ടാകും. ബഹുമാനപ്പെട്ട റോയ് കാപ്പിലച്ചൻ രാജുവിൻ്റെ കൂടെ ഒരുമിച്ച് സെമിനാരിയിൽ പ്രവേശിച്ച് പഠിച്ചു വന്ന ഒരു നല്ല സഹപാഠിയാണ്. അച്ഛനെ ഒരുപാട് ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടാകും. കുന്നംകുളം മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന മൂവാറ്റുപുഴ ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട റോയ് അച്ഛനെ രാജുവിനുമായിട്ടുള്ള ഓർമ്മകൾ പങ്കുവെക്കുവാനായി ക്ഷണിക്കുന്നു.